ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. അള്ളാഹുവിൻ്റെ സഹായവും വിജയവും കൈവന്നാൽ. നസ്ർ എന്നാൽ വെറും സഹായമല്ല, ശത്രുക്കൾക്കെതിരെ, അക്രമികൾക്കെതിരെ അവരെ അതിജയിക്കാനുള്ള സഹായമാണ്. സഹായം എന്ന അർത്ഥത്തിൽ വേറെ പദങ്ങളും അറബിയിലുണ്ടെങ്കിലും ആദ്യം പറഞ്ഞ അർത്ഥം സൂചിപ്പിക്കാനാണ് നസ്ർ എന്ന പദം തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ വെറും സഹായമല്ലാതെ നസ്റുല്ലാഹ്, അള്ളാഹുവിൻ്റെ സഹായമാണത്. ഖുർആനിൽ മറ്റൊരിടത്ത് നസ്റു മിനല്ലാഹ് എന്ന പ്രയോഗമുണ്ട്. അത് ഏത് തരം സഹായവുമാകാം. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നസ്റുല്ലാഹ് എന്നാണ്. അള്ളാഹുവിൻ്റെ സഹായം എന്ന് അവനിലേക്ക് ചേർത്താണ് ഇവിടെ അവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ചെറിയ സഹായമല്ല, വലിയ സഹായമാണത്. വൽ ഫത്ഹ് എന്ന് പറയുമ്പോഴും നേരത്തെ പറഞ്ഞ അതേ മഹാത്മ്യം ലഭിക്കുന്നു. ഫത്ഹൻ ഏത് തരം വിജയവുമാവാം, വലുതാവാം ചെറുതാവാം. മറിച്ച് അൽ ഫത്ഹ് എന്ന് പറയുമ്പോൾ അത് മഹാവിജയമാണ്. മക്ക വിജയം എന്ന മഹാവിജയമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അള്ളാഹുവിൻ്റെ സഹായവും മഹാവിജയമായ മക്ക വിജയവും കൈവന്നാൽ. ഇതുകൊണ്ടാണ് സൂറത്തിന്റെ തുടക്കത്തിൽ ജാ എന്ന പദം നൽകിയിരിക്കുന്നത്. വന്നു എന്ന അർത്ഥത്തിന് അറബിയിൽ അത എന്ന വാക്കുണ്ട്. എന്നാൽ എന്തെങ്കിലും വലുത് വരുമ്പോഴാണ് ജാ എന്ന് പറയാറുള്ളത്. ഓർക്കുക, ഖുർആനിൽ ഒരു വാക്കും വെറുതെ പ്രയോഗിക്കാറില്ല. മക്ക വിജയം ഒരു മഹാവിജയമാണ്. പോരാട്ടമില്ലാത്ത, രക്തച്ചൊരിച്ചിലില്ലാത്ത വിജയം. മാപ്പ് നൽകലിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും വിട്ടയക്കലിൻ്റെയും മഹാവിജയം. അന്ന് മക്കയിൽ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ പാറി. കാബ ശുദ്ധീകരിക്കപ്പെട്ടു. ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. വിജയം എന്നർത്ഥം വരുന്ന പദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഫത്ഹ് എന്നത് വ്യക്തമായ വിജയമാണ്. തോറ്റവൻ തോറ്റുവെന്നും ജയിച്ചവൻ ജയിച്ചുവെന്നും തെളിയിക്കുന്ന സ്പഷ്ടമായ വിജയം. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജയിച്ചുവെന്ന് മക്കയിലെ ഈത്തപ്പനകൾക്ക് പോലും വ്യക്തമാണ്. വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. ജനങ്ങൾ കൂട്ടം കൂട്ടമായി അള്ളാഹുവിൻ്റെ മതത്തിലേക്ക് കടന്നു വരുന്നത് അങ്ങ് കാണുകയും ചെയ്യുമ്പോൾ. അൽ നാസ് എന്നാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. കാഫിറൂൻ എന്നോ മുശ്രിക്കീൻ എന്നോ ആരെയും എടുത്ത് പരാമർശിച്ചിട്ടില്ല. അതിനർത്ഥം അന്ന് ഇസ്ലാമിലേക്ക് വകഭേദങ്ങളില്ലാതെ ആളുകൾ കടന്നു വന്നു എന്നാണ്. കൂട്ടം കൂട്ടമായി ഇതുവരെ ആരും കീഴ്പ്പെടുത്താത്ത അബ്രഹത്തിന്റെ ഗജപ്പോരാളികൾ കൂപ്പുകുത്തിയ കാബ നബിക്ക് കീഴിൽ വന്നിരിക്കുന്നു. നാസ് എന്നത് ഇൻസാൻ എന്ന പദത്തിൽ നിന്നും വന്നതാണ്. അതായത് മനുഷ്യൻ. മാനവികതയും മാനുഷിക പരിഗണനയും വെച്ച് പുലർത്തുന്നവനാണ് മനുഷ്യൻ. മറ്റുള്ളവരെയും മനുഷ്യരായി കാണാൻ സാധിക്കുന്നവനാണ് മനുഷ്യൻ. അവനെയാണ് ഇൻസാൻ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. അറിവ് മികച്ചാൽ മനുഷ്യൻ മാലാഖമാരേക്കാൾ ഉന്നതനാവും. വികാരം മികച്ചാൽ അവൻ മൃഗത്തേക്കാൾ അധമനാകും. അഫ്വാജ്, കൂട്ടങ്ങൾ എന്നർത്ഥം. അതുവരെ ഒറ്റയ്ക്കും അല്ലാതെയും ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നിരുന്നെങ്കിൽ അന്ന് കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നു. മക്കയും കഅബയും അന്ന് സമ്പൂർണ്ണ ശുദ്ധി കൈവരിച്ചു. ഇനി വേണ്ടത് ആന്തരിക ശുദ്ധീകരണമാണ്. അള്ളാഹു പറയുന്നു, അള്ളാഹുവിൻ്റെ സഹായവും വിജയവും കൈവന്നാൽ ജനങ്ങൾ കൂട്ടം കൂട്ടമായി അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കടന്നു വരുന്നത് അങ്ങ് കാണുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുക, അവനെ സ്തുതിക്കുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്യുക. എത്ര വലിയ വിജയവുമാകട്ടെ, എത്ര ഉന്നതമായ സ്ഥാനങ്ങളിലുമാകട്ടെ, എല്ലാം അള്ളാഹുവിൽ നിന്നാണ്. അവൻ്റെ ഔദാര്യമായി ലഭിച്ച സഹായത്താലാണ്. അതുകൊണ്ട് അഹങ്കരിക്കരുത്, അഹന്ത നടിക്കരുത്. മറിച്ച് ഫസബ്ബിഹ്, നിങ്ങൾ അവനെ ഗ്ലോറിഫൈ ചെയ്യുക. തസ്ബീഹ് എന്ന പദം നിസ്കാരം എന്ന അർത്ഥത്തിലും ഖുർആനിൽ വന്നിട്ടുണ്ട്. തസ്ബീഹ് മാത്രം മതിയോ? പോരാ. ബിഹംദി റബ്ബിക്, റബ്ബിനെ സ്തുതിക്കുകയും വേണം. റബ്ബ് എന്നാൽ സൃഷ്ടിച്ച് ഘട്ടം ഘട്ടമായി പരിപാലിച്ച് പൂർണ്ണതയിലെത്തിക്കുന്നവൻ എന്നാണ് അർത്ഥം. ആ റബ്ബിനെ സ്തുതിക്കുകയും വേണം. സൃഷ്ടിച്ച് പരിപാലിക്കുക എന്നതിൽ പരം മറ്റെന്ത് കാരണം വേണം അവനെ സ്തുതിക്കാൻ? ഹംദ് കൊണ്ടും മതിയാവില്ല. ഇസ്തിഗ്ഫാറും നടത്തണം. അള്ളാഹുവിനോട് പാപമോചനം തേടണം. അതും അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിയതിനും അവനെ പ്രകീർത്തിക്കുകയും ചെയ്തതിനു ശേഷം. അതിനുശേഷമാണ് നമ്മുടെ ആവശ്യം തേടേണ്ടത്. പാപമോചനം നടത്തലോടെ ആന്തരിക ശുദ്ധീകരണവും പൂർത്തിയായി.
ഈ സൂറത്ത് അവതീർണമായ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്ന ദിക്ർ അധികരിപ്പിച്ചിരുന്നതായി ഹദീസുകളിൽ കാണാം. ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിലേക്കുള്ള സൂചനയാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഓരോ പ്രവാചകരും ഓരോ ലക്ഷ്യവുമായിട്ടാണ് ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടത്. ആ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടാൽ അവർ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകുന്നു. ഇവിടെ മക്ക വിജയം നടന്നിരിക്കുന്നു. അന്നേ ദിവസം അള്ളാഹു ഇസ്ലാമിനെ പൂർത്തിയാക്കി നൽകുകയും ചെയ്തിരിക്കുന്നു.